ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരങ്ങളുടെ കാലമാണ്. 4 മാസത്തിനിടെ 10 അന്താരാഷ്ട്ര ടെസ്റ്റ് മാച്ചുകളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യ ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഇറങ്ങുന്നത്. IPL-ലും T20 ലോകകപ്പും കാരണം ഏറെ നാളുകൾക്ക് ശേഷം ദുലീപ് ട്രോഫിയിലാണ് ഇന്ത്യൻ താരങ്ങൾ റെഡ് ബോൾ ഫോർമാറ്റിലേക്ക് വരുന്നത്. ഈ മാസം 19-ന് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ്. സെപ്റ്റംബർ 27-ന് കാൺപൂരിലാണ് രണ്ടാം ടെസ്റ്റ്. ഇതിനുശേഷം 3 ടെസ്റ്റ് മാച്ചുകളുടെ പരമ്പരയിൽ പങ്കെടുക്കാനായി ന്യൂസിലാൻഡ് ടീം ഇന്ത്യയിലേക്ക് എത്തും. തുടർന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ഓസ്ട്രേലിയൻ മണ്ണിൽ 5 ടെസ്റ്റ് മാച്ചുകളും കളിക്കും. ദുലീപ് ട്രോഫിയുടെ ആദ്യ റൗണ്ട് അവസാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചത്. ടീമിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ലെങ്കിലും 4 പേർ ടീമിലെത്തുകയും 4 പേർ പുറത്താവുകയും ചെയ്തു. വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, KL രാഹുൽ എന്നിവർ ടീമിലേക്ക് തിരിച്ചെത്തിയപ്പോൾ യാഷ് ദയാൽ ആദ്യമായി ടെസ്റ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വ്യക്തിപരമായ കാരണങ്ങളാൽ കോഹ്ലി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് വിട്ടുനിന്ന ശേഷം മടങ്ങിയെത്തുകയാണ്. ഋഷഭ് പന്ത് ആവട്ടെ ഗുരുതരമായ വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം പരിക്ക് ഭേദമായി ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വരുന്നു. പന്ത് എത്തിയതോടെ ധ്രുവ് ജൂറൽ റിസർവ് വിക്കറ്റ് കീപ്പറായി മാറും. മികച്ച ബാറ്ററായ സർഫറാസ് ഖാനും ടീമിലെ സ്ഥാനം നിലനിർത്തി. KL രാഹുൽ പരിക്ക് മൂലം ഇംഗ്ലണ്ടിനെതിരായ ഒരു ടെസ്റ്റ് മത്സരത്തിന് ശേഷം പിന്മാറുകയായിരുന്നു. ടീമിലെത്തിയെങ്കിലും അവസാന 11-ൽ രാഹുലിന് സ്ഥാനം ഉറപ്പില്ല. മാർച്ചിന് ശേഷം രവിചന്ദ്ര അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തി. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ താരമായ യാഷ് ദയാൽ ഇന്ത്യക്കായി കന്നി ടെസ്റ്റ് കളിക്കും. 2022-ൽ ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്കുള്ള ഏകദിന ടീമിലേക്ക് ഇടംകൈയൻ പേസ് ബൗളറെ വിളിച്ചിരുന്നുവെങ്കിലും പരിക്ക് കാരണം കളിക്കാനായില്ല. പരിക്കേറ്റ പേസർ മുഹമ്മദ് ഷമി തിരിച്ചെത്താത്തത് യാഷിന് തുണയായി. കഴിഞ്ഞ ഏകദിന ലോകകപ്പിനിടെ പരിക്കേറ്റ ഷമി തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആദ്യ ടെസ്റ്റിനുള്ള ടീമിലില്ല. ഇടംകൈയൻ പേസർമാർ തമ്മിലുള്ള പോരാട്ടത്തിൽ അർഷ്ദീപ് സിംഗ്, ഖലീൽ അഹമ്മദ് എന്നിവരെ യാഷ് പിന്തള്ളി. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 24 മത്സരങ്ങളിൽ നിന്ന് 28.89 ശരാശരിയിൽ 76 വിക്കറ്റുമായി 26-കാരൻ ശ്രദ്ധേയനായി. 4 താരങ്ങൾ എത്തിയതോടെ ദേവ്ദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, KS ഭരത്, മുകേഷ് കുമാർ എന്നിവർ പുറത്തായി. ഇടംകൈയൻ ബാറ്റ്സ്മാനായ ദേവ്ദത്ത് പടിക്കൽ ധർമ്മശാലയിൽ ഇംഗ്ലണ്ടിനെതിരെ അവിസ്മരണീയമായ അരങ്ങേറ്റം കുറിച്ചിരുന്നു. കളിച്ച ഒരേയൊരു ഇന്നിംഗ്സിൽ 65 റൺസ് നേടി. എന്നാൽ കോഹ്ലിയും രാഹുലും തിരിച്ചെത്തിയതോടെ പടിക്കലിന് സ്ഥാനമില്ലാതായി. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ രജത് പട്ടിദാർ പരാജയപ്പെട്ടിരുന്നു. 3 ടെസ്റ്റുകളിൽ നിന്ന് 63 റൺസ് മാത്രം നേടിയതിനാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത് ആശ്ചര്യമല്ല. പന്ത് തിരിച്ചെത്തിയതോടെ KS ഭരതിനും സ്ഥാനം നഷ്ടമായി. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഇഷാൻ കിഷൻ പിന്മാറിയതിനെ തുടർന്ന് ഭരത് പകരക്കാരനാവുകയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ സ്ഥാനം നിലനിർത്തിയെങ്കിലും രണ്ടാം ടെസ്റ്റിന് ശേഷം പുറത്തായി. ധ്രുവ് ജൂറൽ അദ്ദേഹത്തിന് പകരം പ്ലേയിങ് 11-ൽ ഇടം നേടി പരമ്പര വിജയത്തിൽ തന്റെ പങ്ക് വഹിച്ചു. സ്ഥാനം നഷ്ടപ്പെടുന്ന 4ാമത്തെ താരമാണ് മുകേഷ് കുമാർ. വൈസ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാതെയാണ് BCCI ടീമിനെ പ്രഖ്യാപിച്ചത്. ജസ്പ്രീത് ബുംറയും KL രാഹുലും ഋഷഭ് പന്തും തിരിച്ചെത്തിയെങ്കിലും ആരെയും വൈസ് ക്യാപ്റ്റനാക്കിയിട്ടില്ല. കഴിഞ്ഞ ടെസ്റ്റ് പരമ്പരയിൽ ബുംറയായിരുന്നു ഉപനായകൻ. വൈസ് ക്യാപ്റ്റനെ പ്രഖ്യാപിക്കാത്തതിന്റെ കാരണം BCCI വ്യക്തമാക്കിയിട്ടില്ല. കാൺപൂരിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിനുള്ള ടീമിനെ ആദ്യ ടെസ്റ്റ് അവസാനിച്ചതിന് ശേഷം പ്രഖ്യാപിക്കും.